വിവാദങ്ങൾ സൃഷ്ടിച്ചവരാണ് വിവാദങ്ങളെ സംബന്ധിച്ച് ഉത്കണ്ഠപ്പെടേണ്ടത്. തുടക്കം മുതൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളാണ്. വികസന കാര്യങ്ങളും വികസന സാധ്യതകളും അതുപോലെ തന്നെ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായ ഒരു സംവാദം അർത്ഥപൂർണമാവുക അങ്ങനെയാണ് വികസിക്കേണ്ടത്. എന്നാൽ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നല്ലതുപോലെ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതൊന്നും പക്ഷെ ഞങ്ങളെ അങ്ങനെ ബാധിച്ചിട്ടില്ല. ഞങ്ങൾ ജനങ്ങളുമായി സംവദിച്ചത് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങൾ സ്ഥാനാർത്ഥി പര്യടന പരിപാടികളിലൊക്കെ വന്നിട്ടുള്ളവർക്കറിയാം, ഏതെങ്കിലും തരത്തിലുള്ള വിവാദ പ്രസ്താവനകളോ വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടേയില്ല. അപ്പോൾ വലിയ നേതാക്കന്മാരെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാട് പ്രതീക്ഷിക്കുന്നത് ആരോഗ്യപരമായ ഒരു വികസന സംവാദം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംവാദമായിരിക്കും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ വികസിച്ചാൽ നല്ലത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി വേദിയിൽ തന്നെ പ്രതിപക്ഷ മലപ്പുറം ഒന്ന് സൂചിപ്പിച്ചു പോയിരുന്നു, കുത്തിപ്പോയിരുന്നു അങ്ങനെ പറയണമെങ്കിൽ. സമസ്തയുടെ പ്രോഗ്രാമില് മലപ്പുറത്തെ പറ്റി മുഖ്യമന്ത്രിയും മുത്തുക്കോയ തങ്ങളും പ്രതിപക്ഷമുള്ള പരിപാടിയായിരുന്നു. പ്രതിപക്ഷ മലപ്പുറത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞു പോയിരുന്നു. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതാണ്, തെരഞ്ഞെടുപ്പ് ചർച്ചകളെ വഴിതെറ്റിച്ചുവിടാനും വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കാനും ഉദ്ദേശിക്കുന്ന പ്രസ്താവനകൾ ആര് നടത്തിയാലും അത് നമ്മുടെ നാടിന് ഗുണമല്ല ചെയ്യുക. അത്തരത്തിലുള്ള നീക്കം നടത്തിയപ്പോഴാണ് പറയേണ്ടി വന്നത്. മലപ്പുറത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് തന്നെ എതിരുനിന്ന്, വർഗീയമായി തന്നെ എതിരുനിന്ന ഒരാരൊക്കെ വഴിക്കടവിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട മലപ്പുറം ജില്ലാ വിരുദ്ധ ജാഥയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ചരിത്രം അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. നമ്മൾ അത്തരം കാര്യങ്ങൾ വിടുകയും നിലവിലുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയൊക്കെയാണ് വേണ്ടത്. അത് ഞാൻ വീണ്ടും പറയുന്നു, ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് നാടിനും ജനങ്ങൾക്കും ഗുണമുണ്ടാവുക വികസന കാര്യങ്ങളും വികസന സാധ്യതകളും ജനങ്ങളുടെ പ്രശ്നങ്ങളും അവയുടെ പരിഹാര മാർഗങ്ങളും ചർച്ച ചെയ്യുമ്പോഴാണ്. അതിനെല്ലാവരും തയ്യാറാകുകയാണ് വേണ്ടത്. അതിന് കെൽപ്പില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും വിവാദങ്ങളിൽ അഭയം തേടാൻ ശ്രമിക്കുക. അത് നമ്മുടെ നാടിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ.